അഡ്വക്കേറ്റ് ശങ്കു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFും UDFും വർഗീയ തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകളായ PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ പരസ്യമായാണ് സ്വീകരിച്ചത്. പൊതുമണ്ഡലത്തിൽ ആ അവസരവാദ കൂട്ടുകെട്ട് പരസ്യമായി ചർച്ച ചെയ്യുമ്പോഴാണ് RSSനെ ചിത്രത്തിൽ കൊണ്ടുവരുന്നത്. ഇത് മനഃപൂർവമല്ലേ? വർഗീയ സംഘടനകളുമായുള്ള ചങ്ങാത്തത്തിലെ ചർച്ച വഴിതിരിച്ചുവിടാനല്ലേ RSSനെ വലിച്ചിഴച്ചത്? തീർച്ചയായിട്ടും അതെ. നോക്കൂ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമാണ് RSSനെ ചുറ്റിപ്പറ്റിയ ഒരു ചർച്ച ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണണം. ആദ്യഘട്ടങ്ങളിലെല്ലാം ചർച്ച ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF ഉണ്ടാക്കിയിട്ടുള്ള സഖ്യം, അല്ലെങ്കിൽ PDPയുമായിട്ടും ഹിന്ദു മഹാസഭയുമായിട്ട് പോലും LDF ഉണ്ടാക്കിയിട്ടുള്ള സഖ്യം, ഈ സഖ്യങ്ങളുടെ എല്ലാം നൈതികതകളെ പറ്റിയിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ചയുണ്ടായത്. പ്രത്യേകിച്ചും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് പോലും CPMന് RSSുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് PV അൻവർ രാജിവെച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് എന്നിരിക്കെ യഥാർത്ഥത്തിൽ RSSുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ ഉണ്ടാവാമായിരുന്നു. പക്ഷെ നിലമ്പൂരിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായി വന്നിട്ടേ ഇല്ല. അവസാന ഘട്ടത്തിൽ അത് ബോധപൂർവം ആ ചർച്ചയിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി ഒരു അടവ് പ്രയോഗിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ പാർട്ടി സെക്രട്ടറി ഏർപ്പെട്ടിട്ടുള്ള അഭിമുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തോട്. RSSുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ CPM സഹകരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവതാരകനായിട്ടുള്ള അഭിലാഷ് മോഹൻ ഒരു ഘട്ടത്തിലും ചോദിക്കുന്നില്ല. എന്നാൽ പാർട്ടി സെക്രട്ടറി സ്വന്തം നിലയിലാണ് അങ്ങോട്ട് പറയുന്നത്, ഞങ്ങൾ ഒരു ഘട്ടത്തിൽ RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ടല്ലോ, 1977-കളിൽ ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവതാരകൻ ചോദിക്കുന്നുണ്ട്, അത് ഈ സമയത്ത് പറയുന്നത് പ്രശ്നമാവില്ലേ, അതൊരു വിവാദമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് വിവാദം? അങ്ങനെ സത്യം പറയുന്നതുകൊണ്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായാൽ അതിനെ ഭയക്കുന്നവരല്ല ഞങ്ങൾക്ക് അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അത് വളരെ ബോധപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. ഒരു ചോദ്യം പോലും ഇല്ലാത്ത സ്വന്തം നിലയിൽ നടത്തിയിട്ടുള്ള പരാമർശമാണ്. വസ്തുതകൾ കൊണ്ട് പരിശോധിച്ചാൽ അത് സാങ്കേതികമായി തെറ്റായിട്ടുള്ള പരാമർശവുമാണ്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ട് സാധ്യതകൾ കാണുന്നുണ്ട്. ഒന്ന്, ഒരു വളരെ പ്രബലമായിട്ടുള്ള കോൺസ്പിറസി തിയറി, സ്വരാജിനെ ചില സമ്മർദ്ദങ്ങളും ചില നിർബന്ധങ്ങളും കൊണ്ട് അവസാന നിമിഷത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജയം CPMനുള്ളിലെ തന്നെ ഒരു പ്രബല വിഭാഗം, മുഹമ്മദ് റിയാസൊക്കെ നയിക്കുന്ന ഒരു പ്രബല വിഭാഗം ആഗ്രഹിക്കുന്നില്ല എന്നും, നിലമ്പൂരിൽ സ്വരാജ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ CPMനുള്ളിൽ കൂടുതൽ കരുത്തനും കൂടുതൽ പ്രബലനുമാവും, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിലേക്ക് ഒരു അവകാശം ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത 7 മാസത്തേക്ക് സ്വരാജ് മന്ത്രിയാവുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും CPMനുള്ളിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നില്ല എന്നും, അതുകൊണ്ട് അയാളുടെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടതായിട്ടുള്ള എല്ലാ പരിപാടികളും CPM തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും, അതിന്റെ ഭാഗമായി സ്വരാജിന് കിട്ടിയേക്കാവുന്ന ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPMന് ഒരു ഘട്ടത്തിൽ RSSുമായി ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മൈനോറിറ്റി വോട്ട് ബാങ്കിനിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും മുസ്ലിം വോട്ടുകൾ CPMൽ നിന്ന് പോവുകയും അത് UDFിലേക്ക് പോവുകയും ചെയ്യും. അതാണ് ഒരു തിയറി. രണ്ടാമത്തെ തിയറി എന്താണെന്ന് വെച്ചാൽ, അവിടെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന്റെ ആനുകൂല്യം എപ്പോഴും CPMന് കിട്ടാറുണ്ട്. ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ അവർ ശക്തമായിട്ട് വിമർശിച്ചാലും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയെ വിമർശിച്ചാലും അതിനനുസൃതമായിട്ടൊരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ CPMന് അനുകൂലമായി സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് UDF സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുമ്പോൾ LDFന് വോട്ട് കൂടുന്ന സാഹചര്യമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തവണ ആ ആനുകൂല്യം PDPയുമായിട്ടുള്ള സഖ്യം കൊണ്ട് അവർ നഷ്ടപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സ്ഥാപനത്തിന് നടക്കുന്ന ഒരു സംവിധാനമാണ്, അതൊരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ തന്നെ ഒട്ടും മോശമല്ലാത്ത വർഗീയ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു സംവിധാനമാണ് PDP എന്ന് പറയുന്നത്. PDP ആദ്യം ഇസ്ലാമിക് സേവാ സംഘമായിട്ടാണ് ആരംഭിക്കുന്നത്. 1989-ൽ അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് സേവാ സംഘമാണ്. ഇസ്ലാമിക് സേവാ സംഘിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താ? RSSന് ബദലായി മുസ്ലിം യുവാക്കൾക്ക് കായികവും സൈനികവുമായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ട് ഒരു സൈനിക പ്രസ്ഥാനത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ്. ഈ ISIS പിന്നീട് കരുത്ത് നേടിയതിനു ശേഷം, IS അല്ല കേട്ടോ, ISS ഇസ്ലാമിക് സേവാ സംഘ്, മറ്റേ പ്രത്യയശാസ്ത്രം കൊണ്ട് ചിലപ്പോൾ ചില സമാനതകൾ തോന്നാമെങ്കിലും പേരുകൾ രണ്ടും വ്യത്യസ്തമാണെന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ ഇസ്ലാമിക് സേവാ സംഘ് അവരുടെ ഫസ്റ്റ് ഗ്രാൻഡ് എൻട്രി എന്ന് പറയുന്നത് 1992-ലെ പൂന്തുറ കലാപം സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള സാമുദായിക കലാപമാണ് പൂന്തുറ കലാപം സ്വതന്ത്രാനന്തര കേരളത്തിൽ. അതിനു മുമ്പ് തലശ്ശേരി കലാപവും
നാദാപുരം കലാപമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ട്. ആ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും CPM-ന്റെ പ്രവർത്തകരും തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങൾക്ക് ക്രമേണ ഒരു മതപരമായിട്ടുള്ള മാനം വന്നു ചേർന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. പൂന്തുറ കടപ്പുറത്ത് ജീവിക്കാനുള്ള അവകാശം ക്രിസ്ത്യാനികൾക്കാണോ അതോ മുസ്ലിങ്ങൾക്കാണോ എന്ന ക്വസ്റ്റിന്റെ മുകളിൽ മതപരമായി നടക്കുന്ന ഒരു സംഘർഷമാണ് പൂന്തുറ കലാപം. ഈ പൂന്തുറ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നുണ്ട്. അതിനുശേഷം ISS ഈ കേരളത്തിൽ നിരോധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ PDP-യുടെ താത്വികാചാര്യന്മാർ പറയുന്ന 1992 ബാബറി മസ്ജിദ് ഡെമോളിഷന് ശേഷമാണ് ISS നിരോധിച്ചത്. രാജ്യത്ത് ആകമാനമുള്ള മുസ്ലിം സംഘടനകൾ നിരോധിച്ച കൂട്ടത്തിൽ നിരോധിച്ചായിരുന്നു. അത് തെറ്റാണ്. 1992 ഡിസംബർ 6-ാം തീയതിയാണ് ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഉണ്ടാവുന്നത്. 1992 ജൂലൈ 4-നാണ് പൂന്തുറ കലാപം ഉണ്ടാവുന്നത്. ബാബറി മസ്ജിദൊക്കെ തകരുന്നതിന് മുൻപേ തന്നെ, അതൊരു പ്രശ്നമല്ലാതിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇസ്ലാമിക അജണ്ട നടപ്പാക്കാൻ വേണ്ടി വർഗീയ കലാപം സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ISS. അതിനുശേഷം ISS നിരോധിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഒരു പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പേരിൽ PDP ആയിട്ട് വരുന്നത്. PDP ആയി വന്നപ്പോൾ പേര് മാറി എന്നല്ലാണ്ട് പ്രവർത്തനത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇവരുടെ പേരെടുത്തിട്ടുള്ള വലിയ വർഗീയ കലാപങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ മുഴുവനായിട്ട് നടത്തിയത് അതിനുശേഷമാണ്. 1999-ലാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ് നടത്തുന്നത്. കോയമ്പത്തൂർ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 57 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവമാണ്. LK അദ്വാനി കോയമ്പത്തൂര് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ റാലികൾ നിശ്ചയിക്കപ്പെട്ടിരുന്ന 12 സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി 57 ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുള്ള സംഭവമാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ്. ആ കോയമ്പത്തൂർ ബ്ലാസ്റ്റിന്റെ കേസിലാണ് 9 കൊല്ലത്തോളം അബ്ദുൽ നാസർ മദനി ജയിൽ അടയ്ക്കപ്പെടുന്നത്. അന്നത്തെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ, അന്ന് EK നായനാരുടെ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലുള്ള സമയത്താണ് അബ്ദുൽ നാസർ മദനി അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അബ്ദുൽ നാസർ മദനി കൊച്ചിയിലെ കലൂരിലാണ് താമസിച്ചിരുന്നത്. രാത്രിക്ക് രാത്രി അന്നത്തെ ജേക്കബ് തോമസിന്റെ, പിന്നീട് DGP ഒക്കെ ആയ BJP-യിൽ അംഗത്വം എടുത്ത ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കലൂരിൽ ചെന്ന് രഹസ്യമായി അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു ഈച്ച പോലും അറിയാതെ അവിടുന്ന് കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് തങ്ങളുടെ സർക്കാരിന്റെ ഒരു അഭിമാന നേട്ടമാണ് എന്നാണ് അന്ന് EK നായനാർ അവകാശപ്പെട്ടത്. പിന്നീട് എപ്പോഴാണ് CPM-ന് ഈ പറയുന്ന PDP എന്താ പറയുക മതേതര സംഘടനയായതെന്ന് അറിയില്ല. അതിനുശേഷം എന്താ പറയാ 2005-ലാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം ഉണ്ടാകുന്നത്. കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം എന്ന് പറഞ്ഞാൽ റോട്ടിൽ നിന്നിട്ട് ഒരു ബസ് തടഞ്ഞു നിർത്തി കത്തിച്ചിട്ടുള്ള സംഭവമല്ല. അത് കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്കിങ്ങിന്റെ കേരളീയ മാതൃകയാണ്. തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ്, 31 യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ്, ഒരു സായുധ സംഘം, തോക്കുകൾ ഏന്തിയിട്ടുള്ള സംഘം ആ വണ്ടിയിൽ കയറി ഡ്രൈവറുടെ തലയിൽ കഴുത്തിന് നേരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവര് പറഞ്ഞ അജ്ഞാത സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി യാത്രക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ട് അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി വില പേശിക്കൊണ്ട് ഈ ബസ് കത്തിച്ചു കളഞ്ഞിട്ടുള്ള സംഭവമാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം. ഈ കേസിലെ 10-ാം പ്രതിയായിരുന്നു അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യയായിട്ടുള്ള സൂഫിയ മദനി. അതിനുശേഷം പുറത്തിറങ്ങി 2007-ലെ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ബാംഗ്ലൂരിലെ 12 സ്ഥലങ്ങളിൽ ലോ ഇന്റൻസിറ്റി ബ്ലാസ്റ്റുകൾ നടത്തിയിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം 2013-ൽ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനായിരുന്ന വിചാര കേന്ദ്രത്തിന്റെ സ്ഥാപകനായിട്ടുള്ള P പരമേശ്വരനെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മദനിക്കെതിരെ FIR ഉണ്ട്. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫാദർ PP അലവി, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ അബ്ദുൽ നാസർ മദനിക്ക് FIR ഉണ്ട്. അപ്പൊ അങ്ങനെ നിരന്തരമായി 1989 മുതൽ 2015 വരെയുള്ള ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായി വർഗീയ കലാപങ്ങളിലും സ്ഫോടനങ്ങളിലും ഭീകരാക്രമണങ്ങളിലും ഒക്കെ പ്രതിയായ അങ്ങനെ ഒരു കേസിൽ ഇപ്പോഴും ജയിൽവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇവര് മതേതരനാണ്, മാനസാന്തരം വന്ന മനുഷ്യനാണെന്നുകൊണ്ട് കൂടെ കൂട്ടിയപ്പോ ജമാഅത്തെ ഇസ്ലാമിനെ പീഡിതരായിട്ടുള്ള വിഭാഗമാണെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടുമ്പോ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്നതിന്റെ എല്ലാ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജും അവിടെ നഷ്ടപ്പെടുകയാണ്. അവിടെ ഹിന്ദു വോട്ടർമാരോ ക്രിസ്ത്യൻ വോട്ടർമാരോ പിന്നീട് ജമാഅത്തിനെ എതിർക്കുന്ന, മുസ്ലിം വർഗീയതയെ എതിർക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ള ആനുകൂല്യം അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് എന്തായാലും കിട്ടുന്നില്ല, അത് UDF-ലേക്ക് പോവുകയാണ്. ഹിന്ദു വോട്ടും ഈ പറയുന്ന PDP പ്രശ്നം കൊണ്ട് ഇല്ലാണ്ടാവുകയാണ്. അവസാന ഘട്ടത്തിൽ ഹിന്ദു വോട്ടർമാരെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ RSS-ഉമായിട്ട് ഒരു ഘട്ടത്തിൽ നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ തീരെ RSS-നെ എതിർക്കുന്ന, തീരെ ദേശീയതയ്ക്കെതിരെ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഒറ്റ കൈക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കും വോട്ട് ചെയ്യാം, നമ്മൾ തമ്മിൽ മുന്നേ സഹകരിച്ചിട്ടുള്ള അനുഭവം ഉണ്ട് എന്നൊരു സൈലന്റ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഹിന്ദു വോട്ടർമാരെ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്താവന നടത്തിയെന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ വാദം, ഇതിൽ രണ്ടാമത്തെ തിയറി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന ശ്രീ ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതികമായി തെറ്റാണ് എന്ന് കാണേണ്ടി വരും. അതായത് RSS-ഉം ഈ പറയുന്ന CPI-ഉം തമ്മിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സഖ്യം ഉണ്ടാവുകയോ ഒന്നിച്ച് പ്രവർത്തിക്കുകയോ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന് കീഴിൽ വർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1977-ലെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്നത് ജനതാ പാർട്ടിയാണ്.
ജനതാ പാർട്ടിയിൽ 6 പാർട്ടികൾ ലയിച്ചു ചേർന്നിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. ആദ്യം 1969 ഇന്ദിരാഗാന്ധിയുടെ അച്ചടക്കമില്ലാത്ത പാർട്ടി വിരുദ്ധ നടപടികളിൽ പ്രകോപിതരായിട്ട് മൊറാർജി ദേശായും കാമരാജും ഒക്കെ നയിച്ചിരുന്ന അന്നത്തെ ഗ്രാൻഡ് ഓൾഡ് കോൺഗ്രസ് ആ പാർട്ടി ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുകയും ഇന്ദിരാഗാന്ധി സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. ആ പാർട്ടിയാണ് കോൺഗ്രസ് ആർ, കോൺഗ്രസ് റെക്യൂസേഷനിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്നത്. മറ്റേ വിഭാഗം ഒറിജിനൽ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് ഓ ആണ്, കോൺഗ്രസ് ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഓൾഡ് എന്ന് വിളിക്കുന്ന പാർട്ടിയാണ്. 71 തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് മറ്റേ യുദ്ധം 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു. കോൺഗ്രസ് ഓയ്ക്ക് വലിയ സീറ്റുകൾ കിട്ടുന്നില്ല. ഇതേ സമയം 1975 ഇന്ദിരാഗാന്ധിയുടെ മർദ്ദക നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന റെവല്യൂഷണറി മൂവ്മെന്റ് ആണ് ജനതാ മോർച്ച. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓയും ജനതാ മോർച്ചയും ചൗധരി ചരൺ സിംഗിന്റെ ഭാരതീയ ലോക് ദളും അതേപോലെ തന്നെ അന്നത്തെ ജനസംഘവും അടൽ ബിഹാരി വാജ്പേയിയും എൽ കെ അദ്വാനിയും നാനാജി ദേശ്മുഖും ഒക്കെ നയിച്ചിരുന്ന ജനസംഘവും അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു വന്ന, കോൺഗ്രസിന്റെ നയങ്ങളോട് പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ജഗ്ജീവൻ റാമിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനകളെല്ലാം ലയിച്ചുകൊണ്ടാണ് ജനതാ പാർട്ടി ഉണ്ടാവുന്നത്. ഈ ജനതാ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിലുള്ള സഖ്യങ്ങളിലുള്ള പാർട്ടികളെല്ലാവരും തമ്മിൽ ആശയപരമായിട്ട് യാതൊരു ഐക്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ള പാർട്ടിയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക ചൗധരി ചരൺ സിംഗിന്റെ ലോക് ദൾ എന്ന് പറയുന്ന പാർട്ടിയാണെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് ലിബറൽ പാർട്ടിയാണ്. ആ സഖ്യത്തിൽ പിന്നെയുള്ളത് ജയപ്രകാശ് നാരായൺ നയിക്കുന്ന റെവല്യൂഷണറി ആയിട്ടുള്ള ജനതാ മോർച്ചയാണ്. പിന്നീട് രാജ്നാരായണും അതേപോലെ തന്നെ നമ്മുടെ ജോർജ് ഫെർണാണ്ടസും നയിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി, ആ സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് ആണ്. ജനസംഘം എന്ന് പറയുന്നത് ഹിന്ദു നാഷണലിസ്റ്റ് ആണ്. ഈ പറയുന്ന കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നത് ദളിത്, ഡൗൺ ട്രോഡൻ, മാർജിനലൈസ്ഡ് വിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവരെല്ലാവരും പക്ഷേ അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പൊതു അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഒന്നിച്ചിട്ട് ഒറ്റ പാർട്ടിയായിട്ട് മാറുന്നത്. ആ ജനതാ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ബാക്കി എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇത് എമർജൻസി വേഴ്സസ് ഡെമോക്രസിയാണ്. ഇവിടെ നമ്മൾ ഒരിക്കൽ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് ഒരിക്കലും ജനാധിപത്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബാക്കി ഡിഫറൻസസ് ഒക്കെ മറന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം തീരുമാനിക്കുകയാണ്. ആ കൂട്ടത്തിൽ CPM ഇല്ല, ആ കൂട്ടത്തിൽ CPI ഇല്ല. 1977 തെരഞ്ഞെടുപ്പ് ജനതാ പാർട്ടി ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആറിനെതിരെ മത്സരിക്കുന്നു. 295 സീറ്റുകൾ ജനതാ പാർട്ടിക്ക് കിട്ടുന്നു. അങ്ങനെ ആരാവണം പ്രധാനമന്ത്രി? ഇതിലുള്ള എല്ലാ നേതാക്കന്മാരും വളരെ ടോളായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ്. ഇവരെല്ലാവരും പ്രധാനമന്ത്രി സ്ഥാനത്ത് ക്ലെയിം വെക്കുന്നുണ്ട്. അവസാനം ജയപ്രകാശ് നാരായണും ആചാര്യ കൃപലാനിയും കൂടിയിട്ടാണ് മൊറാർജി ദേശായിനെ പ്രായ കൂടുതലുള്ള ആളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാവാൻ നിർദ്ദേശിക്കുന്നത്. ചൗധരി ചരൺ സിംഗും ജഗ്ജീവൻ റാമും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരായി, അടൽ ബിഹാരി വാജ്പേയി എന്ന വിദേശകാര്യമന്ത്രിയായി, എൽ കെ അദ്വാനി എന്ന മറ്റേ മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആയി, ഇങ്ങനെ എല്ലാവർക്കും പോർട്ട്ഫോളിയോസ് കൊടുത്തിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. ഈ മന്ത്രിസഭയെ പുറമെ നിന്ന് പിന്തുണയ്ക്കുകയാണ് CPM ചെയ്തിട്ടുള്ളത്. അന്ന് CPM ഉണ്ടായിരുന്നത് ഈ പറയുന്ന 77 തെരഞ്ഞെടുപ്പിൽ 22 സീറ്റാണ്. CPIക്ക് ഉണ്ടായിരുന്നത് 7 സീറ്റാണ്. റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് 4 സീറ്റാണ്. ഫോർവേഡ് ബ്ലോക്കിനുള്ളത് 3 സീറ്റാണ്. അങ്ങനെ ഈ ലെഫ്റ്റ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൂടി 36 സീറ്റും CPM മാത്രമായിട്ട് 22 സീറ്റുമാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ, ഇവരുടെ പിന്തുണ ഇല്ലാണ്ടേ ജനതാ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. 542 അംഗങ്ങളുള്ള പാർലമെന്റിൽ 271 എന്താണ് മാജിക് നമ്പർ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ട, കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ എന്നിരിക്കെ 295 സീറ്റുകളുള്ള ജനതാ പാർട്ടിക്ക് അനായാസമായി കംഫർട്ടബിൾ ആയി മെജോറിറ്റി ഉണ്ടായിരുന്നു സർക്കാർ രൂപീകരിക്കാൻ. CPMന്റെ പിന്തുണ ആ ഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്നില്ല. CPM സ്വന്തം നയത്തിന്റെ, അടിയന്തരാവസ്ഥാ വിരുദ്ധ നയത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് അവർ ഈ ജനതാ പാർട്ടിക്ക് പുറമെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ മന്ത്രിസഭയിൽ അംഗമായിട്ടില്ല, അവർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾ ആ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുകൊണ്ട് ചരിത്രപരമായിട്ട് എത്ര ശരിയാണെന്ന് അറിയില്ല. മാത്രമല്ല ഈ ജനതാ പാർട്ടി പിന്നീട് പിരിയുന്നത് ഈ ജനസംഘത്തിലുള്ള ആളുകളുടെ ട്വിൻ മെമ്പർഷിപ്പ് പ്രശ്നത്തിലാണ്. അതായത് ജനതാ പാർട്ടിയിലെ ജനസംഘത്തിലെ പ്രതിനിധികൾ ഒരേ സമയം RSSന്റെ ആളുകളും അതേസമയം ജനതാ പാർട്ടിയുടെ ആളുകളുമായി നിൽക്കുകയാണ്. അങ്ങനെ 2 അംഗത്വം, 2 സംഘടന പാടില്ല. നിങ്ങൾ ജനതാ പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് RSSുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ RSSുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞ് ജനതാ പാർട്ടിയിൽ നിന്ന് ജനസംഘത്തിന്റെ നേതാക്കളെ ഇറങ്ങി പോന്നിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത്. അന്ന് RSS വിരുദ്ധ ഫ്രാക്ഷന്റെ ഒപ്പമാണ് CPM നിൽക്കുന്നത്. അന്ന് ജനതാ പാർട്ടിയിൽ നിന്ന് ജനസംഘക്കാർ പുറത്തു പോകണം എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. അപ്പൊ CPMുമായിട്ട് ചരിത്രപരമായ ഏതെങ്കിലും ഘട്ടത്തിൽ സന്ധി ചെയ്യുകയോ ആശയപരമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാക്കുകയോ
ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ സഖ്യം ചേരുകയോ ചെയ്തിട്ടുള്ള ചരിത്രമില്ല. ഇവിടെ ഇത് എം വി ഗോവിന്ദൻ പറയുന്നത് ഒന്നല്ലെങ്കിൽ അത് സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹിന്ദു വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നായിരിക്കും. രണ്ടായാലും അത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ ശംഖു, എന്തായാലും അതിൻ്റെ ചരിത്രം വളരെ ബ്രീഫായിട്ട് അത് അവതരിപ്പിച്ചു, സംക്ഷിപ്ത രൂപത്തിൽ അവതരിപ്പിച്ചു.